ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന പരമചൈതന്യത്തെ തിരഞ്ഞ് ലോകം മുഴുവൻ ഓരോ മനുഷ്യനും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. തനിക്ക് വേണ്ടതെന്തോ അത് മറ്റെവിടെയോ ആണെന്ന് കരുതി അതിനെ അന്വേഷിച്ചലയുകയാണ് ഓരോ മനുഷ്യനും. എന്നാൽ അത് തന്നിൽ തന്നെയാണ് എന്നറിഞ്ഞാൽ അലച്ചിൽ നമുക്ക് ഒഴിവായി കിട്ടിയില്ലേ? ആ അലച്ചിലാണ് നാം നിർത്തേണ്ടത്. അത് നിർത്തണമെങ്കിൽ അതിനുള്ള അറിവാണ് നാം നേടേണ്ടത്. അതിനാൽ ഉൾക്കാമ്പിലൂറും സുഖമങ്ങുമിങ്ങും തിരഞ്ഞുമർത്യൻ മരണം വരെയും നശിക്കും ഓരോ നിലുമാണിരുട്ടിൽ തേടിയലയുന്നിതു മൂഢനായ ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ആ പരമചൈതന്യത്തെ ലോകം മുഴുവൻ തിരഞ്ഞ് അലഞ്ഞ് അന്വേഷിക്കുകയാണ്. അതിന് ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കി തരുന്നു. കസ്തൂരിമാൻ എന്ന ഒരു മൃഗമുണ്ട്. അതിൻ്റെ നാഭിയിൽ കസ്തൂരി ഗന്ധം വമിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയിൽ നിന്നും കസ്തൂരി സുഗന്ധം എപ്പോഴും പുറത്തേക്ക് വലിഞ്ഞൊഴുകുന്നു. ആ സുഗന്ധം ആസ്വദിക്കുന്നതിനായി ആ കസ്തൂരിമാൻ ഓരോ പുല്ലിലും ചെടിയിലും കൊമ്പിലും കല്ലിലും വൃക്ഷങ്ങളിലും എല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോന്നും വാസനിച്ച് നോക്കുമ്പോൾ അതിലല്ലെന്ന് മനസ്സിലായി അടുത്തതിലേക്ക് പോകുന്നു. അടുത്തതും ഘ്രാണിച്ച് നോക്കുമ്പോൾ അതിലില്ല, മറ്റൊന്നിലാണെന്ന് കരുതുന്നു. അങ്ങനെ ഓരോന്നും മാറി മാറി അത് അനുഭവിച്ചു അലയുന്നു. പക്ഷേ വാസന നഷ്ടാകുന്നില്ല. അതവിടെ ഉണ്ട് താനും. പക്ഷെ അതെവിടെയാണ് എന്ന് അറിയുന്നില്ല. അത് കണ്ടെത്തുന്നത് വരെ, ആ പരമരഹസ്യം മനസ്സിലാവുന്നത് വരെ അലഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഓരോ മനുഷ്യനും ആത്മാന്വേഷണം തുടങ്ങുന്നത്. അത് തന്നിൽ തന്നെയാണെന്നറിയാതെ അത് കാശിയിൽ പോയാൽ കിട്ടും. അതുപോലെ ഗുരുവായൂരാണ് ഇരിക്കുന്നത്, അവിടെ പോയാൽ പുണ്യം നേടാം. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തനിക്ക് സുഖം ലഭിക്കണമെങ്കിൽ അത് പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നത് കുറെ കൂടി ഉയർന്ന ഒരവസ്ഥ. എന്നാൽ അതിലും താഴെയുള്ള അവസ്ഥയാണ് എനിക്ക് വീട് വയ്ക്കണം, ജോലി വേണം, വിവാഹം വേണം, മക്കൾ വേണം. അങ്ങനെ 100 ആഗ്രഹങ്ങളും ആവലാതികളും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എനിക്ക് പരമസുഖിയായി വർത്തിക്കാം, സുഖം അതിലൊക്കെയാണെന്ന് തെറ്റിദ്ധരിച്ച് തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അലച്ചിലാണ്. അങ്ങനെ അലഞ്ഞ് നമ്മുടെ ജീവിത അന്ത്യം മടുക്കുമ്പോൾ ശരീരം അവശമായി താൻ അതുവരെ നേടിയവയൊന്നും തനിക്ക് സഹായകമല്ലെന്ന നിരാശയാൽ ദേഹം ഉപേക്ഷിക്കുന്നു. ഇതാണ് ഭയത്തിനും പരിഭ്രമത്തിനും കാരണമായി വർത്തിക്കുന്നത്. എന്നാൽ ജീവിത രഹസ്യം മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. അതാണ് ഉൾക്കാമ്പിലൂറും സുഖമങ്ങുമിങ്ങും. നമ്മുടെ ഉൾക്കാമ്പിൽ, നമ്മുടെ മനസ്സിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സുഖത്തെ അവിടെയും ഇവിടെയുമെല്ലാം നാം അലഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈശ്വര അന്വേഷണം? അറിയുന്ന ഒരാൾ ഈശ്വര അന്വേഷണം എന്ന് പറയുന്നതാണ് ഈ സുഖത്തെ തേടി അലയുന്നത്. നാം എല്ലാം സുഖത്തെ തേടി അലയാൻ കാരണം ആ സുഖത്തിൽ നിന്നാണ് നാം എല്ലാവരും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏതൊരു ജന്മമാത്രനായ കുഞ്ഞുപോലും പക്ഷിമൃഗാദികൾ എല്ലാം തന്നെ സുഖം തേടി അലയുന്നത്. എല്ലാം ആ സുഖത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതാണ് ഉൾക്കാമ്പിലൂറും സുഖമങ്ങുമിങ്ങും തിരഞ്ഞുമർത്യൻ മരണം വരെയും ഇത് ഓരോ വസ്തുക്കളിൽ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
നശിക്കും ഓരോന്നിലുമാണിരുട്ടിൽ. നശിക്കുന്ന ഓരോ വസ്തുക്കളിലുമാണ് എന്ന് ബോധിച്ച് ഇരുട്ടിൽ തപ്പുകയാണ്. ഇരുട്ടിൽ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാൽ എന്നാണ് അർത്ഥം. ഇരുട്ടിൽ തേടിയലയുന്നിതു മൂഢനായോൻ. മൂഢനായ ഒരു മനുഷ്യൻ ഇരുട്ടിലാണ് തെരയുന്നത്. വെളിച്ചമുണ്ടെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് അറിവാകുന്ന വെളിച്ചമാണ് നാം ആദ്യം നേടേണ്ടത്. എന്താണ് അറിവ്? ഈ ഓരോ വസ്തുക്കളിലും അലയുന്ന സുഖം തൻ്റെ ഉൾക്കാമ്പിൽ ഊറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന അറിവാണ്. അതുപോലെ കസ്തൂരിമാൻ തൻ്റെ നാഭിയിലിരിക്കുന്ന ആ സുഗന്ധം മറ്റു വസ്തുക്കളിൽ തിരഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല എന്ന അറിവ് ആ മാനിനുണ്ടെങ്കിൽ ആ മാൻ ഒരിക്കലും അലയില്ല. ആ മാൻ എന്നത് നമ്മെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആ മാനിനെ പോലെയാണ് സുഖം തേടി അലയുന്നത്. സുഖവും സുരക്ഷയും മോക്ഷവും എല്ലാം നമുക്ക് വേണ്ടതാണ്. പക്ഷേ അതെവിടെ കിട്ടും, അതെങ്ങനെ കിട്ടും, അതെന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും നമുക്കറിയില്ല. ആ അറിവില്ലായ്മയിലൂടെ തിരയുന്നതാണ് ഇരുട്ടിൽ തപ്പുക എന്ന് പറയുന്നത്. അതിനാൽ ഇരുട്ടിൽ തപ്പാതെ നമ്മളെ വെളിച്ചത്തിൽ ആദ്യം വെളിച്ചം കൊണ്ടുവരിക, അറിവ് നേടുക. അറിവ് നേടിയ ശേഷം നമ്മൾ ആ ലഭിക്കേണ്ട സ്ഥാനത്തേക്കുള്ള യാത്രയാണ് ധ്യാനം. ബുദ്ധിയുടെ യാത്രയിൽ കൂടെ മാത്രമേ അത് കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉൾക്കാമ്പിലൂറും സുഖമങ്ങുമൊങ്ങും തിരഞ്ഞുമർത്യൻ മരണം വരെയും നശിക്കും ഓരോന്നിലുമാണിരുട്ടിൽ തേടിയലയുന്നിതു മൂഢനായോൻ.